ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ് പരിശുദ്ധാത്മാവിനോടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം. ആമേൻ, ആമേൻ. ഈ പരിശുദ്ധാത്മാവിനോടുള്ള അഭേദ്യം, അതുകൊണ്ടാണ് ഈശോ അവസാനമായിട്ട് പറഞ്ഞു പോയ ഏക കാര്യം അതെന്തുവാ? ഈശോ അവസാനമായിട്ട് പറഞ്ഞിട്ട് എന്തും പറഞ്ഞിട്ടാ പോയത്? ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞേ? നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യും, അടയാളങ്ങൾ ചെയ്യും, അതൊന്നുമല്ല. ഈശോ അവസാനമായിട്ട് പറഞ്ഞ കാര്യം പറ അറിയാം. സഹായകനെ നൽകും. കറക്റ്റാണ്. എന്നാലും കൃത്യം വചനം പറ. ഈശോ അവസാനമായിട്ട് പറഞ്ഞ കാര്യം എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. അത് കഴിഞ്ഞ് ഈശോ പിന്നെ എന്തൊക്കെ പറഞ്ഞു? ഈശോ അവസാനം പറഞ്ഞ കാര്യം ദൈവമേ, അപ്പസ്തോല പ്രവർത്തനം 1:8, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1:8. ഏതാ വചനം? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അടുത്ത വചനം ഒന്ന് വായിച്ചാൽ അത് മനസ്സിലാവും. ഒന്ന് വായിച്ച 9-ാം വചനം വായിച്ചേ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സമ്മഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ പോയി. ആ പോകുന്നതിന് മുമ്പ് അവസാനം പറഞ്ഞ കാര്യം എന്തിനെ കുറിച്ചാ? പരിശുദ്ധാത്മാവ്. എടാ മക്കളെ, ദേ ഞാൻ പോവാ, ഇനി നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ ഒന്നുണ്ട്. അതേതാ? പരിശുദ്ധാത്മാവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ തൻ്റെ ജീവിതകാലത്ത് ഒട്ടനവധി അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ച് പല കാര്യങ്ങളും പഠിപ്പിച്ച് അവസാനം പീഡാസഹനത്തിന് മുമ്പായി വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അവസാനമായിട്ട് പറഞ്ഞ കാര്യം അത്രമേൽ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയല്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ സംഭാഷണ മധ്യേ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, എന്ത് പറഞ്ഞിട്ടാണ് മരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമായിട്ട് എന്നതാ പറഞ്ഞേ? അവസാനം പറയുന്ന കാര്യം പ്രധാനപ്പെട്ടതാണ്. ഈശോ ഈ ഭൂമിയിൽ നിന്നും പോകുന്ന അവസാനമായിട്ട് പറഞ്ഞ ഒരേ ഒരു കാര്യം, എടാ മക്കളെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വട്ടം പിടിച്ചോണം, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിച്ചോണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അതെ, ശ്രദ്ധിച്ചോണേ, ഈ ഭൂമിയിൽ നമ്മൾ എന്നും സ്വീകരിക്കേണ്ട ഒരു നിലപാട് പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധം. അടുത്തിരിക്കുന്ന 2 പേരോടെങ്കിലും പറഞ്ഞു കൊടുത്തേ, പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധം.